നമ്മുടെ ആപ്പിൾ ചെറി ട്രീ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് ക്രിസ്മസ് ട്രീ ആക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിനെ പ്രോപ്പറായിട്ടൊരു ക്രിസ്മസ് ട്രീ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ലൈറ്റ്സും അതൊക്കെ സെറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ കത്തോടി, ഇതിനൊക്കെ എന്തോരം പ്രായമുണ്ടെന്നറിയോ. ഇതൊക്കെ അപ്പച്ചൻ പ്രായമുണ്ട്. നോക്ക്, ഞാൻ ജനിച്ച കാലം തൊട്ട് ഇതൊക്കെ ഞാൻ കാണുമോ. നമ്മളാരാന്ന് അറിയത്തില്ലല്ലോ. നമ്മുടെ നേരത്തെ കുറെ വീഡിയോസ് കണ്ടാ ഞാൻ അച്ചു അച്ചു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ആ അച്ചുവാണ് ഈ അച്ചു. അയ്യോ ഇതാരാ? അതെങ്ങനെ ഒരു ബൾബായിട്ട് വന്നേ അവിടെ? ഇതും കൊണ്ടോ അയ്യോ, ഇന്നലെ വമ്പം കുരുക്കുള്ളതിന് ഞാൻ ഇന്നലെ റെഡിയാക്കിയായിരുന്നു. ആരാ റെഡിയാക്കിയേ? ഇവിടെ എല്ലാരും ക്രെഡിറ്റുകൾ എടുത്തുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും കേട്ടോ. ഞാനാണെങ്കിൽ അമ്മ മുമ്പേ പറയുന്നത് മൊത്തം വെട്ടിയത് അമ്മയാണ്. അതാ അമ്മ വന്നു, എല്ലാം ശരിയായി. അവള് വലിച്ചു പറിച്ചോണ്ട് പോവുക. അച്ചുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടിയ അവസരത്തിന് മുതലാക്കും. മരം കണ്ടോ? മരം നമ്മൾ ചെറിയ മരം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് കറക്റ്റ് റൗണ്ടാക്കി, അത് ചെറിയൊരു ഗോളം പോലെ ഇപ്പോൾ നിൽക്കുന്നത്. അത് നല്ല രസമാണ്. പിന്നെ മരത്തേലെല്ലാം ഇപ്പം പിള്ളേരെല്ലാവരും അലങ്കരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ ബഹളമൊക്കെ കാണുന്നുണ്ട്. അമ്മ ഇപ്പൊ പറയും ഞാൻ നിങ്ങളുടെയൊക്കെ അസിസ്റ്റന്റ് പരിപാടി ചെയ്യാൻ പിണങ്ങിയിരിക്കുവോ പാവം. അപ്പായി കാണണം. ഞാൻ വഴക്കിട്ടില്ലല്ലോ. അപ്പായി വഴക്കിട്ടാ അമ്മ കയറിട്ട് പോയത്. ഞാൻ വഴക്കൊന്നും ഇട്ടില്ല. ഞാൻ വഴക്ക് പോലും പറയത്തില്ല, ഒന്നും മിണ്ടത്തില്ല. കൊട്ടേഷൻ തട്ടിക്കുന്നു. അതാ ഇവര് കൊട്ടേഷൻ തട്ടുന്നു. പപ്പാടെ കാലിന്റെ താഴെക്കൂടെയോ മോളിക്കൂടെയോ ഒക്കെ അപ്പായി കൊട്ടേഷൻ വിടും. ഞങ്ങള് കൊട്ടേഷൻ വിടാം. അമ്മ ഇച്ചിരി പരിഭവത്തില്ല, അതൊന്നും ഒരു എനർജി ഇല്ല കേട്ടോ. അതാ ശരിയാ കേട്ടോ. അമ്മയ്ക്ക് ഒരു മൊത്തത്തിലൊരു എനർജി കുറവുണ്ട്. ഇത് പൊട്ടിയിരിക്കുവാടാ. അത് കുഴപ്പമില്ല. ഇത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിച്ചാ മതി. കെട്ടിവെച്ചാ മതിയോ? യോജിപ്പിച്ചാ മതിയെന്ന്. എടാ അല്ലടാ, ഇത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിച്ചാ മതി. യോജിപ്പിച്ചാ മതി, അത്രയും കാര്യമുള്ളൂ. കണ്ടോ, വലിച്ചു പറിച്ചാൽ മൊത്തം. നിനക്കറിയാവോ യോജിപ്പിക്കാൻ? ഇല്ല, ഞാൻ ഇതുവരെ യോജിപ്പിച്ചിട്ടില്ല. അങ്ങ് കൊണ്ടുവയ്ക്കോ, അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. അതാ അതിന് മണ്ടയ്ക്ക് വിടും. അല്ല, ആ പോയിന്റ് അപ്പുറത്ത് പോകണം. ഏതാ? അപ്പ പറഞ്ഞു ആ പോയിന്റ് അവിടെ കൊണ്ടുപോകണം. അതാണ്ട പോയിന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്തോന്ന് വെച്ചാൽ ചെയ്തോളാൻ. ഈ പോയിന്റ് ഇവിടെ കൊണ്ടുവന്നു. ഈ കറപ്പിന്റെ എല്ലാവരും കൊണ്ടിട്ട് എനിക്ക് പോയിന്റ് കൊണ്ടുവരാൻ. അതാണ്ട് പോയിന്റ് കൊണ്ടിട്ടുണ്ട് എല്ലാവരും കൂടെ. പോയിന്റ് പോയിന്റ് ഒന്ന്. പഴയ കാലത്ത് കേട്ടിട്ടുണ്ടോ ലൈൻ വലിക്കുക? ലൈൻ വലിക്കാൻ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഇത് ഇട്, അത് കഴിഞ്ഞ് പിന്നെ വലിക്കാം. ലൈൻ വലിച്ചതിന്റെ ഗുണം കൊണ്ടായിപ്പോ അമ്മ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ. പിന്നെ ലൈൻ വലിക്കാൻ പറഞ്ഞു ഒരു ലൈനേ വലിച്ചുള്ളൂ. അത് നമ്മുടെ അത് പൊട്ടിപ്പോയി. ആകെ ഒരു ലൈനേ വലിച്ചുള്ളൂ, അത് പൊട്ടിപ്പോയി. പിന്നെ എന്റെ തലയിൽ അങ്ങനെയായിരുന്നു. എനിക്ക് കഥകളൊന്നും അറിയത്തില്ലേ. അപ്പായി വലിച്ച ലൈൻ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പായി വലിച്ച ലൈൻ ഇച്ചിരി ബുദ്ധി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ബുദ്ധി ഇല്ലായിരുന്നു. അവര് കാണുന്നവരാണെങ്കിലോ എന്തായാലും എടാ, നീ ലൈൻ വല്ലതും വലിച്ചായിരുന്നോ? ഇല്ല. അയ്യോ, എനിക്ക് വലിക്കാൻ അറിയത്തില്ലായിരുന്നു. അയ്യോ, ലൈൻ എന്തോന്ന് പോലും അറിയത്തില്ലായിരുന്നു. വലിക്കരുത്. പൊക്കിയെടുക്ക്. അവർക്ക് നീളം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. കണ്ടോ ചാടി എടുക്കില്ല നോക്ക്. അയ്യോ പോയി. അത് വലിഞ്ഞ് പൊട്ടിയൊന്നുമില്ലേ? ഇത് അപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്നുമില്ല. അപ്പായിക്ക് കൊടുത്തൊരു പോയിന്റ് അല്ല. അതാ കഴിഞ്ഞ വർഷം കത്തിയതല്ല ഈ വർഷം. അതാ പപ്പാടെ കൺസെപ്റ്റ്. അതാ കഴിഞ്ഞ വർഷം കത്തിയാൽ അത് ഈ വർഷവും കത്തുന്നതാണ്. ഞാൻ വീണേനല്ല, മതിലിടിഞ്ഞു പോകുന്നുള്ളത് അമ്മയുടെ. അവളവിടെ താഴെ കിടക്കും. മതിലിടിഞ്ഞു പോയാൽ എന്തോ ചെയ്യും? പന്നി വന്ന് കയറും. പിന്നെ ഇവിടെ എന്തോ ഈ കാണിക്കുന്നേ? എനിക്കറിയത്തില്ല. ഇവിടെ ശല്യവാ.
ഇവള് വരാതിരിക്കണ്ടായിരുന്നു. പരീക്ഷ ഇല്ലാതായത് ഈ കുഴപ്പമായത് അല്ലേ? ഇല്ലായിരുന്നു. പരീക്ഷ ഇല്ലാതൊന്നും ആയിട്ടില്ല. പരീക്ഷകളൊക്കെ വരുന്നതേ ഉള്ളൂ. എടി ഇത് നോക്കടി, അത് വിടറി. പിന്നെ എന്തിനാ എടുത്തോണ്ട് വന്നേ? എടി അത് വേറെ എടി. അമ്മേ വല്ല സിനിമ കാണാൻ പോയാ പോരായിരുന്നു. ഓ ചുമ്മാ അല്ല ഇവരിപ്പോ സ്ഥിരമായിട്ട് സിനിമ കാണാൻ പോകുന്നത്. ഇവരുടെ മമ്മിയും പപ്പായും അങ്ങനെ അവർക്ക് കുറ്റബോധം കൊണ്ട് നിക്കാൻ വയ്യ. അവരെന്നും സിനിമ കാണും. ആ അതാ ഉണ്ടംപൂരി. ഇപ്പൊ തന്നെ വേണോ വേണോ ചായ? അതുകൊണ്ട് ആ സ്കൂട്ടർ അവിടെ ഇരിക്കുന്നുണ്ടോ, അത് എടുക്കുക, റോഡിലോട്ട് ഓക്കെ ശരി എന്നാ. അപ്പൊ അതാണ് ചായ കുടിക്കാൻ പോകുന്നു. വേറെ ഏതാണ്ട് ലൈൻ കമ്പി ലൈൻ കമ്പി കളിക്കാൻ ലൈൻ കമ്പി വലിക്കാൻ പോവാ കണ്ടോ, അതിന് പോവുക. ആ മൂടങ്ങ് പോയി. മണി കെട്ടുവാണോ എല്ലാരും? ഇതിനകത്ത് ആക്ച്വലി ഇട്ടാ അത്ര കാണത്തില്ല. അത്യാവശ്യം കാണുന്ന പോലെ നമ്മളങ്ങ് ഇടുക. നമ്മുടെ സാധാ കൊച്ചു ട്രീലൊക്കെ ഇട്ടാലല്ലേ ഇതൊക്കെ ഇട്ടാ അതൊക്കെ കാണത്തുള്ളൂ. അത് ശരിയാ. ഇനി വെക്കാനുള്ളത് മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ് മണ്ടയ്ക്ക് എവിടെയും വെക്കണം. നിങ്ങളെ കൊണ്ട് ഈ പരിപാടി ഒന്നും നടക്കത്തില്ല, ഞാൻ വെച്ച് തരാം. കാണാമേ. ക്രിസ്മസ് ട്രീ അല്ലെ ക്രിസ്മസ് മേരി ക്രിസ്മസ് വെക്കാൻ അറിയാവോ? അതിനൊരു ഒരു നാക്കുണ്ട് അതിന്. അത് ഇങ്ങനെ വെക്കുക. ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കും. അടിസക്കി രണ്ട് വടി അവസാനം വെച്ച് 2 മണിക്കൂർ എടുത്തു. 1 eternity later. മേരി ക്രിസ്മസ്. നിങ്ങൾ എന്ത് കൊടുക്കും? ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇതായി കാണുന്നതാണ് നമ്മുടെ ട്രീ എന്ന്. ഞാനും എപ്പോഴാണ് അറിയുന്നത് ഇതാണ് ട്രീ എന്ന്. ഇത് അഴിച്ചപ്പോഴത്തേക്കും സെറ്റ് ആക്കിയിട്ട് ലൈറ്റ് നോക്കിയത്. എന്തുവാ പരിപാടി? രാത്രി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യും. ഇന്ന് സെറ്റ് ചെയ്യണം മസ്റ്റായിട്ട്. അതുകൊണ്ട് നമ്മൾ കുത്തിയിരുന്ന് അല്ല ഒട്ടിച്ച് താഴെ ചന്ദനത്തിരിയൊക്കെ വെച്ച് കൊതു അടിക്കാതെ ഇന്ന് തീരുമല്ലോ. ഇന്ന് തീർക്കും. നമ്മൾ ക്രിസ്മസ് ട്രീയുടെ പരിപാടി കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളൊരു പരിപാടി കാണാം. മൊത്തത്തിൽ ഇപ്പൊ ഒരു പരിപാടിയായി. അപ്പൊ നമ്മൾ ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കത്തുവോ ഇല്ലയോ നോക്കാം. ആഹാ അപ്പൊ നമ്മുടെ ക്രിസ്മസ് സെറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ട്രീക്കകത്ത് ഒരു 5-6 സെറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു ഫുൾനെസ് വന്നിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ട് ഒരു 2-3 സെറ്റ് ലൈറ്റും കൂടെ എടുക്കേണ്ടി വരുമായിരിക്കും. എന്നാലും ഇതൊക്കെയാണ് നമ്മുടെ ഫുൾ. അതെ അത്യാവശ്യം നല്ലപോലെ തന്നെ സെറ്റ് ആയി. കാരണം ഇവിടെ നോക്കുമ്പോൾ എല്ലാ ലൈറ്റും ഉണ്ട്. പക്ഷെ എന്നാലും ആ ഇടഭാഗത്ത് 1-2 കൂടെ വന്നാൽ നല്ലതായിരിക്കും. അത് നാളെ നമുക്ക് അതെ, അതപ്പോ ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.